ഈ ഒരു ബിസിനസ് തന്ത്രം ഞാൻ അദ്ദേഹത്തിന് പഠിക്കാൻ ആഗ്രഹിക്കുക. എതിരാളിയെ കൊണ്ട് തന്റെ സ്ഥാപനത്തിന് ഇത്രമേൽ പരസ്യം കൊടുപ്പിച്ച ഒരാൾ ലോക ചരിത്രത്തിലുണ്ടാവില്ല. എന്തൊരു പ്രയാസാണ് കെ.ടി. ജലീൽ. ഫിറോസിന്റെ വരുമാനം എവിടെ നിന്നാണെന്നാണ് അദ്ദേഹത്തിന് വലിയ സംശയമുള്ളത്. കഴിഞ്ഞ കുറേ ദിവസമായിട്ട് അദ്ദേഹത്തിന്റെ മുഴുവൻ എനർജിയും മുഴുവൻ ഊർജവും തവനൂരിന്റെ MLA വിനിയോഗിക്കുന്നത് ഈ തവനൂർ നിയോജകമണ്ഡലത്തിൽ പോലും അല്ലാത്ത ഫിറോസിന്റെ വരുമാന മാർഗം അന്വേഷിച്ചുകൊണ്ടാണ്. ഞാൻ ചോദിക്കട്ടെ, ഇത് അന്വേഷിക്കുന്ന ജലീല് കഴിഞ്ഞ 10 വർഷമായി അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രിയായ പിണറായി വിജയന്റെ മകൾ വീണയുടെ സമ്പാദ്യവും വരുമാനവും എവിടെ നിന്നാണെന്ന് അന്വേഷിച്ചിട്ടുണ്ടോ? കരിമണൽ കമ്പനിയിൽ നിന്ന് ചെയ്യാത്ത പണിയുടെ പേരിൽ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ഉറുപ്പിക മുഖ്യമന്ത്രിയുടെ മകളുടെ അക്കൗണ്ടിലേക്ക് വന്നു എന്ന് പകൽ പോലെ സത്യം പോലെ വെളിച്ചത്ത് വന്നിട്ടും അതിനെതിരെ വായ തുറന്നൊന്നും പറയാത്ത ജലീല്, അധികാരത്തിൽ ഒരു സ്ഥാനത്തും ഇല്ലാത്ത അന്തസ്സായി അധ്വാനിച്ച് ജീവിക്കുന്ന ഫിറോസിനെതിരെ ആക്ഷേപം ഉന്നയിക്കുന്നതിൽ എന്താ അർത്ഥമാണ്? അല്ലെങ്കിൽ തന്നെ രാഷ്ട്രീയം ഈ നിലയ്ക്ക് തരം താഴ്ത്താൻ പാടില്ല. വ്യക്തിവിരോധം തീർക്കുക, വിദ്വേഷം തീർക്കുക. തവനൂരിന്റെ വികസനത്തെക്കുറിച്ചോ തവനൂരിൽ സംഭവിക്കുന്ന ജനങ്ങളുടെ പ്രയാസങ്ങളെ കുറിച്ചോ ഒന്നും പറയാനില്ലാത്തപ്പോ മനുഷ്യരെ വ്യക്തിപരമായിട്ട് ആക്ഷേപിക്കുക, അധിക്ഷേപിക്കുക. ഞാൻ ഇന്ന് ഇങ്ങോട്ട് കടന്നു വരുന്ന സമയത്ത് സഹപ്രവർത്തകർ എനിക്ക് കാണിച്ചു തന്നത് ഫേസ്ബുക്കിൽ ഇന്ന് എനിക്കെതിരെ പോസ്റ്റ് ഇട്ടിരുന്നു. ഞാൻ ഇന്ന് ഈ ലോങ് മാർച്ചിന്റെ ഭാഗമായി മാറി എന്ന് കേട്ടപ്പോഴാണ് ജലീൽ ഇന്ന് എനിക്കെതിരെ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ പോസ്റ്റ് ഇട്ടു. ആ പോസ്റ്റ് കണ്ടപ്പോൾ എനിക്കൊരു കാര്യം ഉറപ്പായി. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്ത് 2 പത്രങ്ങളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൊടുത്ത പരസ്യം, ആ പരസ്യം ആരാണ് എഴുതി കൊടുത്തതെന്ന് എനിക്ക് മനസ്സിലായി. അത് എഴുതി കൊടുത്തത് ജലീലാണ്. അതേ വാചകങ്ങളും അതേ ഘടനകളുമാണ് ഇന്ന് ജലീൽ പോസ്റ്റ് ഇട്ടുള്ളത്. ഞാൻ അതിനുള്ള മറുപടിയൊക്കെ എന്നോ പറഞ്ഞു പോയതാണ്. അദ്ദേഹത്തിന്റെ തന്നെ നേതാക്കൾ, അദ്ദേഹം തന്നെ വിശ്വസിക്കുന്ന നേതാക്കൾ എനിക്ക് ക്രിസ്റ്റൽ ക്ലിയർ എന്ന് സർട്ടിഫിക്കറ്റ് തന്നത്. ആ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചുകൊണ്ടാണ് ഞാൻ UDF ചേരാൻ വന്നത്. നിങ്ങൾ ആലോചിച്ചു, CPM-ന്റെ ഓഫീസിൽ പോയി സർട്ടിഫിക്കറ്റ് വാങ്ങി, നല്ല കുട്ടിയാണെന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങി കോൺഗ്രസിലേക്ക് വന്ന ആരെങ്കിലും ഉണ്ടോ? ഞാനല്ലേ ഉള്ളൂ. എന്നിട്ട് എന്നെ കുറിച്ച് ഇപ്പൊ ആക്ഷേപിക്കാൻ എന്താ അർഹതയുള്ളത്? അതുകൊണ്ട് ഈ അല്പത്തരത്തിന് മറുപടി പറയാൻ ഞാനില്ല. ജലീലിനോട്, തവനൂരിന്റെ ബഹുമാനനായിട്ടുള്ള MLA-യോട് തവനൂരിന്റെ വികസന പ്രശ്നങ്ങളെ കുറിച്ച് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നത്. കേരളത്തിലെ ഒരുപക്ഷെ സാഹചര്യങ്ങൾ കൊണ്ട് ഏറ്റവും സ്വന്തം മണ്ഡലത്തെ വികസിപ്പിക്കാൻ ഏറ്റവും സാധ്യതയുണ്ടായിരുന്ന MLA ആയിരുന്നു ജലീൽ. 10 വർഷമായി ഭരണത്തിലിരിക്കുന്ന മുന്നണിയുടെ MLA ആണ് ജലീൽ. മുഖ്യമന്ത്രിയുമായി ഏറ്റവും അടുപ്പമുള്ള, പാർട്ടി അംഗമല്ലാതിരുന്നിട്ടും പാർട്ടിയുടെ ജാഥയിൽ അത് നയിക്കാൻ നിയോഗിക്കപ്പെട്ടയാളായിരുന്നു ജലീൽ. CPM-ന്റെ ജാഥ നയിച്ചപ്പോ അതിലൊരു അംഗമായിരുന്നു ജലീൽ. അങ്ങനെ CPM നേതൃത്വവുമായിട്ടും ഭരണത്തിലിരിക്കുന്ന മുഖ്യമന്ത്രിയുമായിട്ടും ഇത്രയും അടുപ്പമുള്ള ഒരു MLA മന്ത്രിയായിരുന്നു. 10 വർഷക്കാലം അദ്ദേഹത്തിന്റെ മണ്ഡലത്തിന് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ള ചോദ്യം ഇവിടുത്തെ ജനങ്ങൾ ചോദിക്കുമ്പോ അതിന് മറുപടി പറയാൻ കഴിയാതെ, അതിന് മറുപടി പറയാൻ സാധിക്കാതെ വ്യക്തി അധിക്ഷേപങ്ങളിലേക്കും വർഗീയ പ്രചാരണത്തിലേക്കും പോകുന്നത് തരംതാണ രാഷ്ട്രീയമാണ് എന്ന് അദ്ദേഹത്തെ വിനയത്തോടെ ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മുഖ്യമന്ത്രിയുമായിട്ട് എന്തൊരടുപ്പായിരുന്നു. തിരുവോണം ദിവസം പാൽപ്പായസം കൊടുത്തയച്ച മുഖ്യമന്ത്രിയെ കുറിച്ച് വികാരാധീനനായി ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടയാളാണ് ജലീൽ, അല്ലേ? തിരുവോണത്തിനല്ലേ? അതെ, അത്രയും അടുപ്പമായിരുന്നു മുഖ്യമന്ത്രിയോട്. ഞാൻ ചോദിക്കട്ടെ, മുഖ്യമന്ത്രിയോട് ഈ അടുപ്പം, CPM നേതൃത്വത്തോട് ഈ അടുപ്പം, പിന്നെ എന്തുകൊണ്ടാണ് മിസ്റ്റർ ജലീൽ കൂട്ടായി പാലം ക്ലോസ് ചെയ്തപ്പോ അതിനൊരു ബദൽ മാർഗമെങ്കിലും ഒരുക്കാൻ നിങ്ങൾക്ക് കഴിയാതെ പോയത്? ഈ തവനൂർ നിയോജകമണ്ഡലത്തിലെ നിരവധിയായിട്ടുള്ള പ്രാദേശിക റോഡുകളടക്കം ഇതുപോലെ തകർന്ന തരിപ്പണമായിട്ടും അത് നന്നാക്കാൻ നിങ്ങൾക്ക് കഴിയാതെ പോകുന്നതിന്റെ നിങ്ങൾക്ക് എന്താണ് സംഭവിച്ചത്? ഇവിടെ ചമ്രവട്ടം ഉൾപ്പെടെയുള്ള പദ്ധതികൾക്ക് പുറകിൽ നടന്നിട്ടുള്ള കോടിക്കണക്കിന് രൂപയുടെ അഴിമതി, അതുമായി ബന്ധപ്പെട്ട് പ്രിയപ്പെട്ട ഉദ്ഘാടകൻ ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. അദ്ദേഹം തന്നെ കോടതിയിൽ പോയ കാര്യങ്ങൾ പറഞ്ഞു. കോടിക്കണക്കിന് രൂപയുടെ അഴിമതി
വിവിധ പദ്ധതികളുമായി ബന്ധപ്പെട്ട് നടത്തിയിരിക്കുന്നു. ചമ്രവട്ടത്ത് ഉപയോഗിക്കേണ്ട ഷട്ടറിന് പകരം നിലവാരം കുറഞ്ഞ വസ്തുക്കൾ ഉപയോഗിച്ചിരിക്കുന്നു. എല്ലാ പദ്ധതികളും അതുപോലെയാണ്. കോടിക്കണക്കിന് രൂപയുടെ അഴിമതി തവനൂരിൽ നടന്നിരിക്കുന്നു എന്നുള്ളത് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. എങ്ങനെ ബോധ്യപ്പെട്ടു? പ്രകൃതി ബോധ്യപ്പെടുത്തി. പ്രകൃതിയാണ് ബോധ്യപ്പെടുത്തിയത്. പ്രിയപ്പെട്ടവരെ, തവനൂർ നിയോജകമണ്ഡലത്തിൽ കഴിഞ്ഞ 10 വർഷക്കാലം നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളുടെ പേരിൽ കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പും വെട്ടിപ്പും നടന്നിട്ടുണ്ട് എന്നുള്ളത് പ്രകൃതി തന്നെ ബോധ്യപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ്. ചോർച്ചകളിലൂടെ, തകർച്ചകളിലൂടെ ഇതെല്ലാം ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്നു. ഇതിനൊന്നും കൃത്യമായ ഒരു മറുപടി പറയാൻ തവനൂരിലെ MLAക്ക്, തവനൂരിന്റെ ജനപ്രതിനിധിക്ക് സാധിക്കുന്നില്ല. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം തന്നെ അദ്ദേഹം തവനൂരിൽ നിന്നൊരു പൊളിറ്റിക്കൽ റിട്ടയർമെന്റ് എടുത്തതാണ്. കഴിഞ്ഞ തവണ കഷ്ടിച്ച് രക്ഷപ്പെട്ടതാണ്. ആ രക്ഷപ്പെടലിന്റെ ആശ്വാസത്തിൽ അദ്ദേഹം ഇനി തവനൂരിൽ മത്സരിക്കാനില്ല എന്ന് സ്വയം ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഇനി മത്സരിച്ചാൽ പരാജയപ്പെടുമെന്ന് ഉറപ്പിച്ചതിന്റെ പേരിൽ അദ്ദേഹം ഇവിടുന്ന് മാറിയെന്നതാണ്. കുറെ കാലം SK പൊറ്റക്കാടിനെ പോലെ യാത്രയായിരുന്നു, യാത്രാനുഭവങ്ങൾ പറയലായിരുന്നു. തവനൂരിന്റെ ജനങ്ങളുടെ സങ്കീർണമായ ജീവിത പ്രയാസങ്ങളിൽ, പ്രശ്നങ്ങളിൽ, പ്രതിസന്ധികളിൽ എവിടെയും തന്നെ ജലീലിന്റെ സാന്നിധ്യം ഇവിടുത്തെ ജനങ്ങൾ കണ്ടിട്ടില്ല. അങ്ങനെ തവനൂരിൽ നിന്നൊരു പൊളിറ്റിക്കൽ റിട്ടയർമെന്റ് എടുത്ത് പോകാൻ തയ്യാറായി നിൽക്കുന്ന ജലീലിനോട് തവനൂരിലെ ജനങ്ങൾ പറയുന്നു, നിങ്ങൾ അക്കൗണ്ടബിൾ ആയിരിക്കണം. നിങ്ങൾ ചെയ്ത പ്രവർത്തനങ്ങൾ, നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ, അതിൽ നടന്നിട്ടുള്ള ക്രമക്കേടുകൾ, അഴിമതികൾ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ നിങ്ങൾക്ക് ബാധ്യതയുണ്ട്. അത് സംബന്ധിച്ച് ചോദ്യങ്ങൾ ഉയരുമ്പോൾ വ്യക്തി അധിക്ഷേപങ്ങൾ നടത്തിയും വർഗീയ പ്രചരണം നടത്തിയും ഉയരുന്ന ആരോപണങ്ങൾ തടഞ്ഞു നിർത്താൻ സാധിക്കും, ആക്ഷേപങ്ങൾ തടഞ്ഞു നിർത്താൻ സാധിക്കും. മലവെള്ളപ്പാച്ചിൽ പോലെ തെളിവുകൾ ജലീലിനെതിരായി ഓരോന്നായി പുറത്തു വരുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ ജലീൽ ഉയർത്തുന്ന ഈ തരികിട നമ്പറുകൾ പോരാതെ വരുമെന്നാണ് ജലീലിനോട് ഞങ്ങൾക്ക് ഈ സമയത്ത് ഓർമ്മിപ്പിക്കാനുള്ളത്. ജലീൽ പഠിച്ച അഭ്യാസങ്ങളോ ജലീലിന്റെ തരികിട നമ്പറുകളോ ഒന്നും പോരാതെ വരും. കാരണം തെളിവുകളുടെ കുത്തൊഴുക്കാണ് വരുന്നത്. മലയാള സർവകലാശാലയുടെ ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് ഫിറോസ് പുറത്തുവിട്ട തെളിവുകൾ, രേഖകൾ, അത് രേഖകളാണ്, സത്യങ്ങൾ വിളിച്ചു പറയുന്ന കാര്യങ്ങൾ. കോടികളുടെ അഴിമതികൾ നടന്നിരിക്കുന്നു. ഇപ്പോ എല്ലാം അവസാനിപ്പിച്ച് കോടികളുടെ സമ്പാദ്യവുമായി അമേരിക്കയിൽ പോയി താമസിക്കാനാണത്രേ തവനൂരിന്റെ MLA ആഗ്രഹിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ അദ്ദേഹത്തോട്, നിങ്ങൾ പാഴാക്കിയ 10 വർഷം കൊണ്ട് കഷ്ടപ്പെട്ട ഈ തവനൂരിലെ ജനങ്ങൾ
15 വർഷക്കാലം കൊണ്ട് നിങ്ങൾ പാഴാക്കിയ 15 വർഷക്കാലം കൊണ്ട് 10 വർഷക്കാലം ഭരണത്തിലിരിക്കുന്ന MLA എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ പാഴാക്കിയ ആ 10 വർഷക്കാലം കൊണ്ട് തവനൂരിലെ ജനങ്ങൾ അനുഭവിച്ചിട്ടുള്ള പ്രയാസങ്ങൾക്ക്, അവരനുഭവിക്കുന്ന ഒറ്റപ്പെടലുകൾക്ക്, മംഗലം പോലെയുള്ള പ്രദേശങ്ങൾ ഒരു ദ്വീപ സമൂഹം പോലെ കഴിയേണ്ടി വരുന്ന ഏറ്റവും പ്രയാസകരമായ സാഹചര്യം, ഇതിനൊക്കെ മറുപടി പറയാതെ അമേരിക്കയിൽ പോയി താമസിക്കാനാണോ നിങ്ങളുടെ പരിപാടി? ഒരു കാര്യം നിസ്സംശയം പറയാം, ഇവിടുത്തെ CPM-കാർക്ക് പോലും ഇപ്പൊ അറിയാം, ജലീൽ ഇവിടെ നിന്ന് ഇനി രക്ഷപ്പെടാൻ പോകുന്നില്ല. തവനൂരിൽ ജലീൽ മത്സരിച്ചാൽ രക്ഷപ്പെടാൻ പോകുന്നില്ല എന്ന് CPM-കാർക്ക് പോലും മനസ്സിലായിട്ടുണ്ട്. പക്ഷേ എങ്ങനെയെങ്കിലും അവസാന നിമിഷം ചില ഏർപ്പാടുകൾക്കൊക്കെ വേണ്ടി അദ്ദേഹം ശ്രമിക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഇപ്പൊ ചില ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുന്നത്, ലൈം ലൈറ്റിൽ നിൽക്കാനുള്ള പരിശ്രമം നടത്തുന്നു. ഞങ്ങൾ അദ്ദേഹത്തോട് പറയാൻ ആഗ്രഹിക്കുന്നത്, തവനൂരിലെ ജനങ്ങൾ ഉയർത്തിയിട്ടുള്ള സങ്കീർണമായ പ്രശ്നങ്ങൾ, UDF ഉയർത്തുന്ന ആക്ഷേപങ്ങൾക്ക് മറുപടി പറയാൻ, ഇതുപോലെ മൈക്ക് കെട്ടി മറുപടി പറയാനാണ് അദ്ദേഹം ആർജവം കാണിക്കേണ്ടത്. അതിനു പകരം കുളക്കടവിൽ ചില ആളുകൾ പരസ്പരം ഇങ്ങനെ പറയുന്നത് പോലെ മറ്റാളുകളെ കുറിച്ച് പരദൂഷണം പറയുന്ന പരിപാടി ഇനിയെങ്കിലും ജലീൽ അവസാനിപ്പിക്കണം. നിങ്ങൾ ജലീലിന്റെ ഒരു ശരീരഭാഷ കുറച്ച് ദിവസമായി നോക്കും, ജലീലിന്റെ മുഖഭാവം നിങ്ങൾ നോക്കൂ. അദ്ദേഹത്തിന്റെ ശരീരഭാഷയും മുഖഭാവവും കാണുമ്പോൾ തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത്, അദ്ദേഹത്തിനുള്ളിൽ അദ്ദേഹം ഒളിപ്പിച്ചു വെക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അദ്ദേഹം നടത്തിയിട്ടുള്ള ഒട്ടേറെ കുറ്റകരമായിട്ടുള്ള പ്രവർത്തികളുടെ കാര്യങ്ങൾ പുറത്തു വരുമെന്ന ഭയം അദ്ദേഹത്തെ വല്ലാതെ ഗ്രസിച്ചിട്ടുണ്ട്. അങ്ങനെ വിവരങ്ങൾ പുറത്തു വരുമ്പോ, അദ്ദേഹത്തിനെതിരെയുള്ള തെളിവുകൾ പുറത്തു വരുമ്പോ അദ്ദേഹത്തിന്റെ മുഖം വികൃതമാവുമെന്ന ഭയം കൊണ്ട് അദ്ദേഹം വല്ലാതെ വിറളി പിടിച്ചിരിക്കുന്നു, ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലായിരിക്കുന്നു. ആ ഭ്രാന്ത് പിടിച്ചവൻ എന്തും പറയുമെന്നുള്ളതാണ് ഇപ്പൊ കാണുന്ന സ്ഥിതി. പ്രിയപ്പെട്ടവരെ, ഞാൻ തവനൂരിന്റെ MLA-യോട് ഇപ്പോൾ ആവശ്യപ്പെടുന്ന ഒരേ ഒരു കാര്യമെന്ന് പറയുന്നത്, അദ്ദേഹം രംഗത്ത് വന്ന് തവനൂരിലെ ജനങ്ങളോട് വിശദീകരിക്കണം, ഇവിടെ ഉയർന്നിട്ടുള്ള ആക്ഷേപങ്ങൾക്ക് മുഴുവൻ മറുപടി പറയാൻ തയ്യാറാകണം. കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ഇന്ന് ആഗ്രഹിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പിണറായി വിജയന്റെ സർക്കാർ അധികാരത്തിന് പുറത്തു പോകണമെന്നുള്ളതാണ്. ഈ സർക്കാർ അധികാരത്തിന് പുറത്തു പോകാൻ തുടങ്ങുകയാണെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. കേരളത്തിലെ ജനങ്ങളുടെ പൾസ് അതാണ്. കേരളത്തിലുടനീളം യാത്ര ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, പിണറായി സർക്കാരിനെതിരെയുള്ള വലിയ ജനവികാരം നാട്ടിലുണ്ട് എന്നുള്ളതാണ്. CPM-കാർ തന്നെ എന്ന് പറയുന്നു, എങ്ങനെയെങ്കിലും പിണറായിയുടെ ഭരണം അവസാനിക്കണം, നിങ്ങൾ എല്ലാവരും ഒത്തൊരുമിച്ച് നിന്ന് ഈ ഭരണത്തെ ഒന്ന് താഴത്തിറക്കി തരണമെന്നാണ് CPM-കാർ പോലും പലപ്പോഴും രഹസ്യമായിട്ട് പറയുന്നത്. എന്താ കാരണം? ഇല്ലെങ്കിൽ CPM-ന് അറിയാം, ഇനിയും ഈ പിണറായി വിജയന്റെ ഭരണം തുടർന്നാൽ പാർട്ടി ബാക്കി ഉണ്ടാവില്ല, CPM ബാക്കി ഉണ്ടാവില്ല. അതുപോലെയുള്ള അവസ്ഥയായിട്ടുണ്ട്. ഞാൻ ഇക്കഴിഞ്ഞ ദിവസം പത്തനംതിട്ട ജില്ലയിലെ റാന്നി നിയോജകമണ്ഡലത്തിലെ പെരുന്നാട് എന്ന് പറയുന്ന സ്ഥലത്തൊരു പരിപാടിക്ക് പോയി. ഈ പെരുന്നാട് എന്ന് പറയുന്നത് ശബരിമലയിലെ 18ാം പടിക്ക് താഴെ നിന്ന് തുടങ്ങുന്ന നിയോജകമണ്ഡലമാണ്. അവിടുത്തെ പരിപാടിക്ക് പോകുന്ന സമയത്ത് വഴിനീള പോസ്റ്ററുകളാണ്, വലിയ പോസ്റ്ററുകൾ. എന്താണ്? അയ്യപ്പ സംഗമത്തിന്റെ പോസ്റ്ററുകളാണ്. ആഗോള അയ്യപ്പ സംഗമം നോക്കുന്ന സമയത്ത് പിണറായി വിജയന്റെ ഫോട്ടോയുണ്ട്, വാസവന്റെ ഫോട്ടോ ഉണ്ട്, അയ്യപ്പന്റെ ഫോട്ടോ മാത്രമേ ഇല്ല. പിണറായി വിജയനുണ്ട്, വാസവനുണ്ട്, അയ്യപ്പനില്ല. പരിപാടി നടന്നപ്പോഴും അതുപോലെയായി. വേദിയിൽ പിണറായി ഉണ്ട്, വാസവനുണ്ട്, പിണറായിക്ക് ഹരഹര പാടുന്ന ഭക്തജന സംഘമുണ്ട്, ഒരൊറ്റ അയ്യപ്പൻ പോലും അങ്ങോട്ട് പോയി നോക്കിയില്ല. ഇപ്പോ സന്ദീപ് വാര്യരുടെ പഴയ BJP ബന്ധം പറഞ്ഞുകൊണ്ട് എന്നെ വർഗീയവാദി എന്നൊക്കെ വിളിക്കാൻ നടക്കുന്ന ജലീൽ ഉൾപ്പെടെയുള്ള സഖാക്കളോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ കണക്കിൽ ആരാ വലിയ സ്വാമി? ആരാ സ്വാമി? കറുപ്പെടുത്ത് 41 ദിവസം വ്രതമെടുത്ത് വ്രതശുദ്ധിയോടുകൂടി ശബരിമലയ്ക്ക് പോകുന്ന യഥാർത്ഥ അയ്യപ്പ ഭക്തനല്ല CPM-ന്റെ സ്വാമി. പിണറായി വിജയന്റെ സ്വാമി അതല്ല. പിണറായി വിജയന്റെ ആത്മീയ ഗുരു എന്ന് പറയുന്നത് ഇപ്പോ യോഗി ആദിത്യനാഥാണ്. കാഷായമുടുത്ത യോഗി ആദിത്യനാഥ് അല്ലേ? ആ വേദിയിൽ വെച്ച് ആരുടെ സന്ദേശം വായിച്ചത്? യോഗി ആദിത്യനാഥിന്റെ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയുടെ. നിങ്ങൾക്ക് അറിയോ ഹെയ്റ്റ് സ്പീച്ചിന്റെ പേരിൽ എത്ര കേസുണ്ട്? 30 പേരിൽ. ഇന്ത്യയിൽ തന്നെ എനിക്ക് തോന്നുന്നത് ഏറ്റവും അധികം ഇതുപോലെ വർഗീയ വിഷലിപ്തമായ പ്രഭാഷണങ്ങൾ, പ്രസംഗങ്ങൾ നടത്തിയതിന്റെ പേരിൽ കേസുകൾ നേരിടുന്ന ഒരു മുഖ്യമന്ത്രിയാണ് യോഗി ആദിത്യനാഥ്. എന്നിട്ട് ആ യോഗി ആദിത്യനാഥിനെ ഉളുപ്പില്ലാതെ ഈ അയ്യപ്പ സംഗമത്തിന് വിളിച്ച സർക്കാരിന്റെ പാർട്ടിയുടെ
MLA ആണ് ജലീൽ. എന്നിട്ട് ആ ജലീലാണ് ഇവിടെ നിന്നിട്ട് മതേതരത്വ പ്രഭാഷണം നടത്തുന്നത്. നിങ്ങൾ ആലോചിച്ചു, യോഗി ആദിത്യനാഥ് സന്ദേശം അയച്ചിട്ടുണ്ടെങ്കിൽ ചുമ്മാതെ അയക്കോ? അയക്കില്ല. കേരള സർക്കാർ ഇവിടെ നിന്ന് അയ്യപ്പ സംഗമത്തിന് യോഗി ആദിത്യനാഥിനെ ക്ഷണിച്ചു. അദ്ദേഹത്തിന് വരാൻ കഴിയാത്തത് കൊണ്ടാണ് അദ്ദേഹം മെസ്സേജ് അയച്ചു കൊടുത്തത്, വായിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണല്ലോ, ഒരു പരിപാടിക്ക് ക്ഷണിച്ചു കഴിഞ്ഞാൽ വരാൻ സാധിക്കില്ലെങ്കിൽ ഒരു സന്ദേശം അയച്ചു കൊടുക്കും. ആ സന്ദേശമാണ് യോഗി ആദിത്യനാഥ് അയച്ചു കൊടുത്തത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, തൊട്ടപ്പുറത്ത് കർണാടകയിൽ അയ്യപ്പ ഭക്തനായിട്ടുള്ള സിദ്ധരാമയ്യ മുഖ്യമന്ത്രിയായിട്ടുണ്ട്, CPM ക്ഷണിച്ചില്ല. അപ്പുറത്ത് അയ്യപ്പ ഭക്തനായിട്ടുള്ള രേവന്ത് റെഡ്ഡി, ഏറ്റവും അധികം അയ്യപ്പ ഭക്തർ വരുന്ന തെലങ്കാനയുടെ മുഖ്യമന്ത്രി അവിടെയുണ്ട്, ഇവരാരും ക്ഷണിച്ചില്ല. പക്ഷേ ഒരൊറ്റ അയ്യപ്പൻ പോലും ശബരിമലയ്ക്ക് വരാത്ത ഉത്തർപ്രദേശിന്റെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ വിളിച്ചിരിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ചു, RSSും പിന്നെ CPM-ഉം BJP-യും CPM-ഉം തമ്മിലുള്ള ഒരു അന്തർധാര ഇതിലും കൂടുതൽ പ്രകടമായിട്ടുള്ള മറ്റൊരു സാഹചര്യമുണ്ട്. യോഗി ആദിത്യനാഥിനെ കൊണ്ടുവന്ന് വേദിയിലെത്തി. ആ യോഗി ആദിത്യനാഥാണ് ഇപ്പോ പിണറായി വിജയന്റെ ആത്മീയ ഗുരു. ഞാൻ CPM ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. യഥാർത്ഥ അയ്യപ്പ ഭക്തരുണ്ട്. ഈ കുറ്റിപ്പുറം ഉൾപ്പെടെയുള്ള ഇവിടെയുള്ള പ്രദേശം നിലാ നദിയിലടക്കം കുളിച്ചുകൊണ്ട്, അല്ലെ, ഇവിടെയെല്ലാം ക്ഷേത്രങ്ങളിൽ തൊഴുത് രാവിലെ 40 ദിവസം വ്രതമെടുത്ത് പുലർച്ചെ ക്ഷേത്രത്തിൽ പോയി ഭക്തി നിർഭരമായി ശബരിമലയ്ക്ക് പോകുന്ന യഥാർത്ഥ അയ്യപ്പ ഭക്തരുണ്ട്. ആ അയ്യപ്പ ഭക്തരുടെ മനസ്സിൽ നിന്നും നിങ്ങൾ ഏൽപ്പിച്ച മുറിവ്, ശബരിമലയോട് നിങ്ങൾ ചെയ്ത ചതി, അയ്യപ്പ ഭക്തരോട് നിങ്ങൾ ചെയ്ത ചതി, അതിന് അയ്യപ്പ സംഗമമല്ല, 41 ദിവസം റിയാസും പിണറായി വിജയനും വ്രതമെടുത്ത് ശബരിമലയ്ക്ക് കെട്ടി പോയാൽ പോലും അയ്യപ്പ ഭക്തരുടെ മനസ്സിലേറ്റ മുറിവിന് അത് പരിഹാരമാവുകയില്ല. കോൺഗ്രസിന്റെ വേദിയിൽ വെച്ച് എനിക്ക് അഭിമാനത്തോടെ അന്തസ്സോടെ പറയാൻ പറ്റും, ശബരിമലയുടെ ആചാരം സംരക്ഷിക്കാൻ, ശബരിമലയിൽ ആചാര ലംഘനം നടക്കരുത്, യുവതീ പ്രവേശനം അരുത് എന്ന് പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതിയിൽ അഫിഡവിറ്റ് കൊടുത്തത് ക്രൈസ്തവ വിശ്വാസിയായിരുന്ന കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ആയിരുന്നു എന്നുള്ള കാര്യം എനിക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റും. ആ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നു. ഉമ്മൻചാണ്ടി കൊടുത്ത അഫിഡവിറ്റ് തിരുത്തിയിട്ടാണ് പിണറായി വിജയന്റെ സർക്കാർ ആചാര ലംഘനത്തിന് വേണ്ടി അനുകൂലമായ അഫിഡവിറ്റ് സുപ്രീം കോടതിയിൽ കൊണ്ടുപോയി കൊടുത്തത്. ഈ അയ്യപ്പ സംഗമൊക്കെ നടത്തുന്നതിന് മുമ്പ് ആ അഫിഡവിറ്റ് പിൻവലിച്ചിട്ടുണ്ടോ? എന്നിട്ടിപ്പോ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഞാൻ അന്നേ പറഞ്ഞതാണ്, പിണറായി വിജയൻ കുറച്ചു വർഷം മുമ്പ് ശബരിമലയ്ക്ക് കയറി. അവിടെ പോയി അന്നേ ഭക്തര് ജാഗ്രത കാണിക്കേണ്ടതായിരുന്നു. മീശ മാധവൻ സിനിമയിലുണ്ടല്ലോ, അമ്പലത്തിന് നേർക്ക് നോക്കിയിട്ട് മാധവൻ ഇങ്ങനെ മീശ വിരിക്കും, വിഗ്രഹം കാണാനില്ല. അതുപോലെയാണ് ഇയാള് പോയി. ഇപ്പൊ സ്വർണ്ണപ്പാളി കാണാനില്ല, 4 കിലോ സ്വർണം കാണാനില്ല ശബരിമലയിൽ. സാധനം ഊരി കൊടുത്തിരിക്കുകയാണ്. ഏതോ ഒരുത്തം വന്നിട്ട് ഇത് നേരാക്കി കൊടുക്കാന്ന് പറഞ്ഞ, എന്നാ നീ പോയി നേരാക്കിക്കോ എന്ന് പറഞ്ഞ അവന്റെ കയ്യിൽ ഈ സാധനം അഴിച്ചു കൊടുത്തിരിക്കുകയാണ്. 30 കിലോയിലധികം സ്വർണം ചെലവാക്കിക്കൊണ്ട് വിജയ് മല്യ സ്വർണ്ണപ്പാളി പിടിപ്പിച്ച ശബരിമലയിലെ ദ്വാരപാലകരുടെ അവിടെയുള്ള ഭാഗം കറുത്തുപോയി എന്ന് പറഞ്ഞ് അത് അഴിച്ചെടുത്ത് കൊടുത്തപ്പോ മഹസർ എഴുതി ചെമ്പ്. ഇത് കൊണ്ടുപോയി 30 ദിവസത്തിലധികം ബാംഗ്ലൂരിൽ ഈ കൊണ്ടുപോയ വിദ്വാന്റെ വീട്ടിൽ വെച്ചു. അവിടുന്ന് പണപ്പിരിവ് നടത്തി. അവസാനം ചെന്നൈയിൽ കൊണ്ടുപോയി തിരിച്ചു വന്നപ്പോ തിരിച്ചു കൊണ്ടുവന്ന് വെച്ചു 2019. 99 സ്വർണം പൂശിയത് 2019 കൊണ്ടുവന്ന് തിരിച്ചു വെച്ചു. വീണ്ടും 2025 ആയപ്പോ സർക്കാരിന് തോന്നി പ്രഭ മങ്ങി, അതുകൊണ്ട് വീണ്ടും സ്വർണം വീണ്ടും അഴിച്ചെടുത്തു, വീണ്ടും കൊടുത്തു. അപ്പോഴാണ് കോടതി ഇടപെട്ടത്. നോക്കുന്ന സമയത്ത് 4 കിലോയിലധികം സ്വർണത്തിന്റെ കുറവ് സംഭവിച്ചിരിക്കും. ശബരിമലയിൽ ആചാര ലംഘനം നടത്തുക മാത്രമല്ല, ശബരിമലയിലുള്ള സ്വർണമടക്കം മോഷ്ടിച്ചു കൊണ്ടുപോയ അമ്പലം വിഴുങ്ങികളാണ് ഇന്ന് കേരളം ഭരിക്കുന്നതെന്ന് പറയാൻ ഞങ്ങൾക്ക് ലജ്ജയുണ്ട്. അമ്പലം വിഴുങ്ങി. കരിപ്പൂർ എയർപോർട്ടിലുണ്ട് സ്വർണം പൊട്ടിക്കുന്ന ടീം, കേട്ടിട്ടുണ്ട് അല്ലേ? സ്വർണം പൊട്ടിക്കുന്ന ടീം. അതുപോലെ CPM സ്പോൺസേഡ് സ്വർണം പൊട്ടിക്കൽ ടീം ആകാശ് തില്ലങ്കേരിയെ പോലെയുള്ളവർ ആണല്ലോ. അങ്ങനെ എയർപോർട്ട് കേന്ദ്രീകരിച്ച് CPM നടത്തുന്ന സ്വർണം പൊട്ടിക്കലിന് ആകാശ് തില്ലങ്കേരിയാണ് നേതൃത്വം കൊടുക്കുന്നതെങ്കിൽ, ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് CPM നടത്തുന്ന സ്വർണം പൊട്ടിക്കലിന് നേതൃത്വം കൊടുക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഒരുത്തനാണ്. ക്ഷേത്രങ്ങളെ പോലും വെറുതെ വിട്ടിട്ടില്ല, ആരാധനാലയങ്ങളെ വെറുതെ വിടുന്നില്ല. സമസ്ത മേഖലയും കേരളത്തെ തകർത്ത് തരിപ്പണാക്കിയില്ലേ? ഇനി ഏത് മേഖലയെ രക്ഷപ്പെടാൻ ബാക്കിയുള്ളത്? നാട്ടിലെ ജനങ്ങൾക്ക് 10 ഉറുപ്പികയുടെ ഉപയോഗം ഇവരെ കൊണ്ടുണ്ടായിട്ടുണ്ടോ കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട്? ഞാൻ ചോദിക്കട്ടെ, ആരോഗ്യ മേഖല ഇപ്പോ
തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ന്യൂറോളജി വിഭാഗം മേധാവി ഫേസ്ബുക്കിൽ എഴുതി. എന്താ എഴുതിയത്? അദ്ദേഹം എഴുതിയത്, തന്റെ മകന്റെ പ്രായമുള്ള കുട്ടിയുടെ മുഖത്ത് നോക്കി സർജറി മാറ്റി വെച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ എന്റെ ഹൃദയത്തിൽ കത്തിയിറക്കുന്ന വേദന. എന്താ കാരണം? സർജറി ചെയ്യാൻ ആവശ്യമായ നൂലില്ല, മരുന്നില്ല. മെഡിക്കൽ കോളേജ് ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴുകയാണ്, അതിന്റെ ചോട്ടിൽപ്പെട്ട് ആളുകൾ മരിക്കുന്നു. ആരോഗ്യ മേഖല പാടെ തകർന്നിരിക്കുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, ഇവിടെ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ഈ തവനൂരിന്റെ മണ്ണിൽ നിന്ന്, നരിപ്പറമ്പിന്റെ മണ്ണിൽ നിന്ന് ഇവിടുത്തെ ഏതെങ്കിലും UDF നേതാവിന്റെ കൈ പിടിച്ചുകൊണ്ട് മലപ്പുറത്ത് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി വന്നിരുന്ന ജനസമ്പർക്ക പരിപാടിയിലേക്ക് പോയ ആ പാവപ്പെട്ടവൻ അവന്റെ പരാതിയും പരിഭവവും പ്രശ്നങ്ങളും ഒരു അരപ്പായ കടലാസിൽ എഴുതി കൊണ്ടുപോയപ്പോ അവസാനത്തെ തന്നെ കാണാൻ വരുന്ന അവസാനത്തെ ആളെയും കണ്ടതിന് ശേഷം മാത്രം 24 മണിക്കൂർ നേരം ഈ വേദിയിൽ ഇങ്ങനെ നിന്ന് വെറും ഒരു ഇളനീര് വെള്ളം മാത്രം കുടിച്ച് തന്നെ കാണാൻ വരുന്ന അവസാനത്തെ പാവപ്പെട്ടവനെയും കണ്ട് അവൻ പരാതി എഴുതിക്കൊണ്ടുവരുന്ന അരപ്പായ കടലാസിന്റെ പുറകിൽ തന്നെ അതിനുള്ള പരിഹാരവും കണ്ട് തിരിച്ചയച്ചിരുന്ന ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു. ആ മുഖ്യമന്ത്രിയുടെ പേരാണ് ഉമ്മൻചാണ്ടി. പക്ഷെ ഇപ്പോ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇപ്പൊ ഏതെങ്കിലും പാവപ്പെട്ടവന്, സാധാരണക്കാരന് ഏതെങ്കിലും ഒരു ചികിത്സാനുകൂല്യം കിട്ടുന്നുണ്ടോ? പണ്ട് ഹൃദയ ശസ്ത്രക്രിയ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ലക്ഷക്കണക്കിന് ഉറുപ്പ്യ ഈ പ്രദേശത്തെ ആളുകൾക്ക് കിട്ടിയിട്ടില്ലേ? ഇന്ന് 10 രൂപയുടെ സഹായം കിട്ടുന്നുണ്ടോ പിണറായി സർക്കാരിന്റെ കയ്യിൽ നിന്ന്? പണ്ട് പദ്ധതി ഉണ്ടായിരുന്നല്ലോ, കാരുണ്യ ബെനവലന്റ് ഫണ്ട് ഉണ്ടായിരുന്നു. ഇന്ന് ആ പദ്ധതി നിർത്തലാക്കി. ഒരു തരത്തിലും സാധാരണക്കാരന്, പാവപ്പെട്ടവന് 10 രൂപ കിട്ടാത്തൊരു സർക്കാർ. ക്ഷേമ പെൻഷൻ 18 മാസം മുടക്കി. സർക്കാർ ജീവനക്കാരുടെ DA കുടിശ്ശിക അത് 19%. ഇവിടുത്തെ കോൺട്രാക്ടർമാർക്ക് കിട്ടാനുള്ള പണം ഒന്നും കിട്ടുന്നില്ല. അതുകൊണ്ട് റോഡുകൾ അടക്കമുള്ള കാര്യങ്ങൾ തകർന്നു കിടക്കുന്നു. അങ്ങനെ സമസ്ത മേഖലകളിലും സമ്പൂർണമായി 10 രൂപയുടെ ഉപയോഗം ജനങ്ങൾക്കില്ലാത്തൊരു സർക്കാർ ഭരിക്കുന്നു. അങ്ങനെ പറഞ്ഞുകൂടാ, ഈ അടുത്ത കാലത്താണ് ഒരു വിഭാഗം ആളുകൾക്ക് മാത്രം പൈസ കൊടുക്കാൻ തുടങ്ങി. ആർക്കാ? ഈ അടുത്ത ദിവസം ഞാൻ ഒരാളെ കണ്ടു, വഴിയരികിൽ നിന്ന് കരയാണ്. 20 രൂപയുടെ നോട്ട് കൊടുത്തു. ഞാൻ ചോദിച്ചു, എന്താ മോനെ കരയുന്നത്? ആദ്യമായിട്ട് പിണറായിയുടെ ഇന്ന് 10 റുപ്യ ഇങ്ങോട്ട് കിട്ടി, അതിന്റെ സന്തോഷാന്നാ പറഞ്ഞത്. മൂപ്പര് ബീവറേജിൽ പോയിട്ട് ഒരു കുപ്പി വാങ്ങി. ആ കുപ്പിയിൽ നിന്ന് മദ്യം എടുത്ത് 1 ലിറ്ററിന്റെ വെള്ള കുപ്പിയിലേക്ക് ഒഴിച്ചു. ഈ ബോട്ടിൽ തിരിച്ചു കൊടുത്തപ്പോ ബീവറേജിൽ നിന്ന് 20 റുപ്യ തിരിച്ചു കൊടുത്തു. ആദ്യമായിട്ട് പിണറായിയുടെ കയ്യിൽ നിന്ന് 10 റുപ്യ കിട്ടിയതിന്റെ സന്തോഷാണ്, ആനന്ദക്കണ്ണീരാണ് സന്ദീപേട്ടാന്ന് പറഞ്ഞത്. അതല്ലാതെ ഈ നാട്ടിലെ കള്ളുകുടിയന്മാർക്കല്ലാതെ, അതും ഈ അവസാന സമയത്ത് കിട്ടിയ 20 റുപ്യ അല്ലാതെ പിണറായി സർക്കാരിന്റെ കയ്യിൽ നിന്ന് 10 നയാ പൈസ സഹായം കിട്ടിയ ഏതെങ്കിലും ഒരു മനുഷ്യനെ കാണിച്ചു തരാൻ പറ്റും? അദ്ദേഹത്തിന്റെ മകൾക്കല്ലാതെ കേരളത്തിൽ ആർക്കാണ് കൃത്യമായിട്ട് ശമ്പളമെങ്കിലും കിട്ടിയിട്ടില്ല? ചെയ്യാത്ത പണിക്കാണെങ്കിൽ പോലും. ഏത് മേഖലയെ അവർ തകർക്കാതിരുന്നിട്ടുണ്ട്? വിദ്യാഭ്യാസ മേഖലയെ തകർത്തു. ഇവിടുത്തെ KSRTC ഉൾപ്പെടെയുള്ള പൊതുഗതാഗത സംവിധാനത്തെ തകർത്തു. അങ്ങനെ സമ്പൂർണമായി നാടിനെ തകർത്തെറിഞ്ഞൊരു സർക്കാർ 10 വർഷമായി കേരളം ഭരിക്കുമ്പോൾ ആ സർക്കാർ പുറത്തു പോകണമെന്ന് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ ദീർഘിപ്പിക്കുന്ന ഫിറോസ് അടക്കമുള്ളവർ സംസാരിക്കാനിരിക്കില്ല. 1-2 കാര്യങ്ങൾ മാത്രമാണ് പറയാം. അങ്ങനെ സമ്പൂർണമായി കേരളത്തെ തകർത്തതിന് ശേഷം ജനങ്ങളുടെ പ്രാക്ക് വാങ്ങി പുറത്തു പോകാനിരിക്കുന്ന സർക്കാർ അവസാനത്തെ ശ്രമം എന്ന നിലയ്ക്ക് നോക്കുകയാണ്, എന്താണ്? മെസ്സിനെ കൊണ്ടുവരാൻ. ഇനി മെസ്സി വന്നിട്ട് അർജന്റീന ടീം വന്ന് കേരളത്തിൽ എന്തെങ്കിലും ചെയ്ത് ഞങ്ങളെ ജയിപ്പിക്കുമോ എന്നൊരു പരിശ്രമമാണ് ഇപ്പൊ ഇടതുപക്ഷ സർക്കാർ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഞാനൊരു കാര്യം പറയാം, മെസ്സി തന്നെ പലതവണ കളിച്ചിട്ടാണ് അർജന്റീനയ്ക്ക് കപ്പ് വാങ്ങിക്കൊടുത്തത്. മനസ്സിലായില്ലേ? മെസ്സി ഗോളടിച്ചാലൊന്നും പിണറായി വിജയൻ കപ്പ് കിട്ടാൻ പോകുന്നില്ല. മെസ്സി വരട്ടെ, നല്ല കാര്യം. പക്ഷെ മെസ്സി വന്നതുകൊണ്ട് പിണറായി വിജയന് കപ്പ് കിട്ടുമെന്ന് പിണറായി വിജയൻ കരുതണ്ട. പിണറായി വിജയനുള്ള കപ്പ് കേരളത്തിലെ ജനങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്. അത് തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ പുറത്തോട്ട് പോകാനുള്ള കപ്പാണ്. കേരളത്തിന്റെ പ്രയോറിറ്റി എന്താണ്? കേരളത്തിലെ ജനങ്ങളുടെ പ്രയോറിറ്റി എന്തായിരിക്കണം? വികസന കാര്യത്തിൽ കേരളത്തിലെ ഗവൺമെന്റ് പാടെ പരാജയപ്പെട്ടു. കേരളത്തിന്റെ സാമ്പത്തിക മിസ്മാനേജ്മെന്റ് അടക്കമുള്ള വിഷയങ്ങൾ, സമ്പൂർണമായിട്ടുള്ള വിലക്കയറ്റം, ഉപ്പ് മുതൽ കർപ്പൂരം വരെയുള്ള സാധനങ്ങളുടെ വിലക്കയറ്റം, അങ്ങനെ സർക്കാരിനെ ജനങ്ങൾ സമ്പൂർണമായി വെറുത്തിരിക്കുന്നു. അവിടെയാണ് വർഗീയ വിഭജനം ഉണ്ടാക്കാൻ നോക്കുന്നത്. എങ്ങനെയാ വർഗീയ വിഭജനം ഉണ്ടാക്കുന്നത്? മനുഷ്യനെ മതത്തിന്റെ പേരിൽ വിവിധ സമ്മേളനങ്ങൾ നടത്തുന്നു. ന്യൂനപക്ഷ സമ്മേളനം, അയ്യപ്പ സ്വാമിമാരുടെ സമ്മേളനം, ആ സമ്മേളനം, ഈ സമ്മേളനം. BJP-ക്കാരെക്കാൾ നന്നായി BJP-ക്കാരുടെ വർഗീയത പറയുന്ന പാർട്ടിയായി, ഗവൺമെന്റായി പിണറായി വിജയന്റെ ഗവൺമെന്റ് മാറി. അതുകൊണ്ടാണ് UDF ഇവർക്കൊരു പേരിട്ടത് CJP എന്ന്. CPM-ഉം BJP-യും തമ്മിലുള്ള ധാരണ നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഈ രാജ്യത്തെ ഇന്ന് ഗാന്ധി ജയന്തിയാണ്.
ഗാന്ധി ജയന്തി നമ്മൾ ആഘോഷിക്കുന്ന ഇതേ സമയത്ത് മറ്റൊരു ആഘോഷം നടത്തുന്നുണ്ട്. അതെന്താണ്? RSSന്റെ 100ാം വാർഷികമാണ്. RSSന്റെ 100ാം വാർഷികമാണ്. പണ്ട് RSSന്റെ BJPയുടെ സംഘപരിവാറിന്റെ ഭാഗമായിരുന്ന ഒരാളെന്ന നിലയ്ക്ക് ഈ ദിവസം എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ആ കാര്യമെന്ന് പറയുന്നത്, എനിക്കിന്ന് അഭിമാനത്തോടെ ഗാന്ധി ജയന്തി ദിവസം തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറയാൻ സാധിക്കും, RSSന് പോലും ഇന്ത്യൻ ഭരണഘടനയുടെ ശക്തിക്ക് മുന്നിൽ പരാജയപ്പെടേണ്ടി വന്നിരിക്കുന്നു. RSS സ്ഥാപിച്ച സമയത്ത് എന്തൊക്കെ അവകാശവാദങ്ങളാണോ ലക്ഷ്യങ്ങളാണോ ഉണ്ടായിരുന്നത്, അതിൽ നിന്ന് മുഴുവൻ അവർക്ക് പിൻവലിയേണ്ടി വന്നിരിക്കുന്നു. അവരുടെ എല്ലാ കാര്യങ്ങളും അവർ മുന്നോട്ട് വെച്ചിട്ടുള്ള എല്ലാ പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള അവരുടെ ലക്ഷ്യങ്ങളിൽ നിന്നും പിന്തിരിഞ്ഞ് ഇന്ത്യൻ ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന അടിസ്ഥാന ആശയത്തിലേക്ക് തിരിഞ്ഞു നടക്കേണ്ട ഗതികളിലേക്ക് RSS എത്തിയിട്ടുണ്ടെങ്കിൽ അത് സൂചിപ്പിക്കുന്നത് RSSന്റെ സൈദ്ധാന്തികമായിട്ടുള്ള പരാജയവും ഇന്ത്യൻ ഭരണഘടനയുടെ വിജയവുമാണ്. ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് വേണ്ടി, ഹിന്ദു രാഷ്ട്രത്തിന് വേണ്ടി നിലകൊണ്ട ആളുകൾ ഇന്ന് അത്തരം മുദ്രാവാക്യങ്ങൾ ഉയർത്താൻ പോലും ഭയപ്പെടുന്നുണ്ട്. ഇപ്പോ കൂടുതൽ മതേതരമെന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ സബ്കാ സാത്തും സബ്കാ വികാസും ഒക്കെ പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? ഭാഷാപരമായിട്ടുള്ള ഹിന്ദി, ഹിന്ദു, ഹിന്ദുസ്ഥാൻ എന്ന മുദ്രാവാക്യം ഉയർത്തിയിരുന്ന RSSനും സംഘപരിവാറിനും ഇന്ന് BJPക്കുമെന്ന് തമിഴ്നാട്ടിലെ, ദക്ഷിണേന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലെ പ്രാദേശിക വികാരത്തിന് മുന്നിൽ, ഭാഷാപരമായിട്ടുള്ള അവരുടെ വികാരത്തിന് മുന്നിൽ പരാജയപ്പെടേണ്ടി വന്നിരിക്കുന്നു. ആ മുദ്രാവാക്യത്തിന് പിന്മാറേണ്ടി വന്നിരിക്കുന്നു. അപ്പോൾ അത് സൂചിപ്പിക്കുന്നത് ഭരണഘടന മുന്നോട്ട് വെച്ചിട്ടുള്ള തുല്യത, മതേതരത്വം എന്നീ അടിസ്ഥാനപരമായിട്ടുള്ള ആശയങ്ങൾ, ആ അടിസ്ഥാനപരമായ ആശയങ്ങളെ പരാജയപ്പെടുത്താൻ RSS ഇനി ഒരു 100 വർഷമല്ല 10,000 വർഷം ജനിച്ചു മരിച്ചാലും ഈ രാജ്യത്ത് സാധ്യമല്ല എന്ന് തെളിയിക്കപ്പെട്ട ദിവസം കൂടിയാണ്. സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ഗാന്ധി ജയന്തി ദിവസം, വിജയദശമി ദിവസം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, കേരളത്തിലെ ഗവൺമെന്റ്, ഈ ഇടതുപക്ഷ ഗവൺമെന്റ് RSSനെ പിന്തുണയ്ക്കുന്ന, RSSന്റെ നയങ്ങൾ നടപ്പാക്കുന്ന ഗവൺമെന്റായി മാറി. അതാണല്ലോ കണ്ടത്. രാഹുൽ ഗാന്ധിയുടെ നെഞ്ചത്തേക്ക് വെടിയുണ്ട പായിക്കുമെന്ന് തവനൂരിൽ ജനിച്ചു വളർന്ന ഒരു മാന്യം പറഞ്ഞപ്പോ പരാതി കൊടുത്തതിനു ശേഷം 4 ദിവസം കഴിയേണ്ടി വന്നു ഒരു കേസെടുക്കാൻ. സംസ്ഥാനത്തെ പ്രതിപക്ഷം മുഴുവൻ തെരുവിലിറങ്ങി പ്രക്ഷോഭം നടത്തേണ്ട ഗതികൾ വന്നു. ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിന്റെ നെഞ്ചകത്തേക്ക് വെടിയുണ്ട പായിക്കും, കൊല്ലുമെന്ന് ഒരുത്തം പറഞ്ഞിട്ട് അവനെതിരെ കേസെടുക്കാൻ വൈകിയത് 4 ദിവസമാണ്. വോട്ട് ചോരി എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് രാഹുൽ ഗാന്ധി രാജ്യമൊട്ടാകെ നരേന്ദ്രമോദി സർക്കാരിനെതിരെ പ്രതിഷേധം ഉയർത്തിയപ്പോ അതിനെതിരെ ഒരു വാക്ക് പറയാത്ത ഒരേ ഒരു മുഖ്യമന്ത്രി ഭരിക്കുന്ന നാടാണ് കേരളം. തൃശൂരിൽ BJP ജയിച്ചത് വോട്ട് ചോരിയെ തുടർന്നാണ്. പൊന്നാനിയിൽ നിന്നും, ആലത്തൂരിൽ നിന്നും, ചാലക്കുടിയിൽ നിന്നും ശൈത്യ സമയത്ത് സൈബീരിയൻ കൊക്കുകൾ അന്റാർട്ടിക്കയിൽ നിന്ന് പറന്നു വരുന്നത് പോലെ BJP വോട്ടുകൾ ഇങ്ങനെ തൃശ്ശൂരിലേക്ക് പറന്നു വന്നതിന്റെ തെളിവുകൾ പുറത്തു വന്നിട്ടും ഒരു FIR പോലും ഇടാത്തത് പിണറായി വിജയന്റെ പോലീസാണ്. ഒരു വാക്ക് പറയുന്നില്ലല്ലോ. BJPയും RSSും ചെയ്യുന്ന നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ പിണറായി വിജയന്റെ പോലീസും മൗനം പാലിക്കുന്നു. പക്ഷേ അതേ സമയത്ത് പിണറായി സർക്കാരിന്റെ തെറ്റായ നയങ്ങൾക്കെതിരെ തെരുവിൽ പോരാടുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ ലോക്കപ്പിനുള്ളിൽ കൊണ്ടുപോയി കുനിച്ചു നിർത്തി അവനെ ഇടിച്ച് അവനെ മൃതപ്രായനാക്കുകയും ചെയ്യുന്നു. പോലീസ് സ്റ്റേഷനുകൾക്കകത്ത് സംഘപരിവാറിന്റെ, RSSന്റെ, BJPയുടെ പ്രവർത്തകർക്ക് എല്ലാ സംരക്ഷണവും കൊടുക്കുന്നു. പക്ഷെ മറുവശത്ത് ജനാധിപത്യ ചേരിയിൽ നിൽക്കുന്നവർക്ക്, രാജ്യത്തെ ജനാധിപത്യത്തിനും ഭരണഘടനയ്ക്കും വേണ്ടി പോരാടുന്നവർക്ക് പിണറായി പോലീസിന്റെ ക്രൂരമായ മർദ്ദനമേൽക്കേണ്ടി വരുന്നു. നിങ്ങൾ ആർക്ക് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത്? നിങ്ങൾ RSSന് വേണ്ടി പ്രവർത്തിക്കുന്നു, നിങ്ങൾ BJPക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. അതാണല്ലോ മാസപ്പടി കേസിലും SNC ലാവ്ലിൻ കേസിലും ഒക്കെ നിങ്ങൾ കണ്ടല്ലേ, SNC ലാവ്ലിൻ കേസ് 38 തവണയാ മാറ്റി വെച്ചത്. കിയാമത്ത് നാൾ വരെ SNC ലാവ്ലിൻ കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പരിപാടി. സഹായിച്ചുകൊണ്ടിരിക്കുകയാണ് അമിത്ഷായും പിണറായി വിജയൻ, നരേന്ദ്രമോദി. ഞാൻ BJPയിലായിരിക്കുന്ന സമയത്ത് ഈ ചോദ്യം, SNC ലാവ്ലിൻ ചോദ്യം സംബന്ധിച്ച് കൃത്യമായ ഡേറ്റ് പറയാം. പാലക്കാട് അഹല്യയിൽ നടന്ന BJPയുടെ പഠന ശിബിരം, സംസ്ഥാന പഠന ശിബിരത്തിൽ ഇന്നത്തെയും അഖിലേന്ത്യാ സംഘടനാ സെക്രട്ടറി BL സന്തോഷിനോട് അതിൽ പങ്കെടുത്ത ശിബിരാർത്ഥികൾ ചോദിച്ചു,
ഞങ്ങളോട് നിരന്തരമായി ഈ ചോദ്യം UDF ചോദിക്കുന്നു, കോൺഗ്രസ് ചോദിക്കുന്നു, ഞങ്ങൾക്ക് മറുപടിയില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ തുടർച്ചയായി ഇത് മാറ്റിവെക്കുന്നതെന്ന് ചോദിച്ചപ്പോ ചോദ്യം ചോദിച്ച BJP പ്രവർത്തകരോട് BL സന്തോഷ് തട്ടിക്കയറുകയാണ് ചെയ്തത്. ഞാൻ ആദ്യമായിട്ടത് പറയുന്നത്, തട്ടിക്കയറുക ചെയ്തത്. എന്നിട്ട് പറഞ്ഞു, തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ, രാജ്യത്ത് തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ ചില സ്ട്രാറ്റജികൾ ഉണ്ടാവും. ആ സ്ട്രാറ്റജിയുടെ ഭാഗമാണ് പിണറായി വിജയൻ ജയിലിൽ പോകണമെന്ന്. നിങ്ങൾക്ക് എന്താണ് ഇത്ര നിർബന്ധം? നിങ്ങൾക്ക് കോൺഗ്രസിനോട് ഇത്ര സ്നേഹമാണോ എന്നാണ് സന്തോഷ് ചോദിച്ചത്. അപ്പൊ നിങ്ങൾ ചോദിക്കും, നിങ്ങൾക്ക് പ്രതികരിക്കായിരുന്നില്ലേ? അത് പണ്ട് സ്റ്റാലിന്റെ കാലത്ത് പ്രതികരിക്കായിരുന്നില്ലേ ചോദിച്ച പോലെയാണ്. മനസ്സിലായില്ലേ? അതിനകത്തിരുന്ന് പ്രതിഷേധിച്ചു കഴിഞ്ഞാൽ തിരുമല അനിയുടെ ഗതി എനിക്കും വരുമായിരുന്നു. കയറെടുക്കാൻ ഞാൻ തയ്യാറല്ലാത്തത് കൊണ്ടാണ് ഞാൻ കോൺഗ്രസിലേക്ക് പോകുന്നത്. അതുപോലെയുള്ള ഒരു സംവിധാനമാണ്. BJPയുടെ അഖിലേന്ത്യാ സംഘടനാ സെക്രട്ടറി പറഞ്ഞ കാര്യം പറയുന്നത്. പിണറായി വിജയനെ ദ്രോഹിക്കണം അല്ലെങ്കിൽ പിണറായി ജയിലിൽ പോകണമെന്ന് നിങ്ങൾക്ക് എന്താണ് ആഗ്രഹമെന്ന് മറു ചോദ്യമാണ് ചോദിച്ചത്. കോടിക്കണക്കിന് രൂപയുടെ അഴിമതി ഒളിപ്പിച്ചു വെക്കാൻ BJP സഹായിക്കുന്നു. മറുവശത്ത് BJP നേതാക്കന്മാർ നടത്തിയിട്ടുള്ള തട്ടിപ്പുകൾ, വെട്ടിപ്പുകൾ, കൊടകര ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ, വയനാട് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ, അതുപോലെ തന്നെ കാസർഗോഡ് മഞ്ചേശ്വരത്ത് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ നടത്തിയ പരിശ്രമങ്ങൾ, ഇതെല്ലാം ആ കേസുകൾ മുഴുവൻ അട്ടിമറിച്ചു. ഒടുവിൽ തൃശ്ശൂരിൽ വോട്ട് ചോരിയുടെ കേസും ഇപ്പോ പിണറായി വിജയന്റെ പോലീസ് അട്ടിമറിച്ചു കൊടുത്തു. എന്തൊരു സ്നേഹമാണ്, എന്തൊരു സൗഹാർദ്ദമാണ് ഇവർ തമ്മിൽ. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ CPM BJP അവിശുദ്ധ ബാന്ധവത്തിനെതിരായി, CPM RSS അവിശുദ്ധ ബാന്ധവത്തിനെതിരായിട്ടുള്ള ഒരു ജനകീയ കൂട്ടുകെട്ട് ഈ സംസ്ഥാനത്ത് ഉയർന്നു വരിക തന്നെ ചെയ്യും. ഒരു തർക്കവും വേണ്ട. ദേശീയ തലത്തിൽ ഇപ്പൊ ഇവര് ബ്രിട്ടാസും റഹീമും ഒക്കെ രാഹുൽ ഗാന്ധി നടത്തുന്ന പരിപാടിയുടെ സൈഡിൽ പോയി നിൽക്കുന്നുണ്ട്. അതെന്താ കാരണം? ഫോട്ടോ വരണമെങ്കിൽ വേറെ നിവൃത്തിയില്ല. അവിടെ പോയി റഹീമ ബ്രിട്ടാസ് എന്ന് പറഞ്ഞാൽ ആരെങ്കിലും അറിയോ? രാഹുൽ ഗാന്ധി പിന്നെ പോയി നിൽക്കണം. പക്ഷെ കേരളത്തിൽ വരുമ്പോ ഇവരെ കാണുന്നില്ലല്ലോ. കേരളത്തിൽ BJPക്കെതിരായ പോരാട്ടത്തിൽ ഇവരെ കാണുന്നില്ലല്ലോ. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വരുന്നത് ഇത് അപകടകരമായിട്ടുള്ള സാഹചര്യമാണ്. അതുകൊണ്ട് എന്റെ ശബ്ദം കേൾക്കുന്ന CPM പ്രവർത്തകരോട്, സഖാക്കളോട്, നല്ല സഖാക്കളോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. സംഘപരിവാറിനെതിരായി നിങ്ങൾ ഉയർത്തുന്ന രാഷ്ട്രീയത്തിന് ഏതെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ നിങ്ങൾക്ക് RSSഉം BJPയും കേരളത്തിൽ മുന്നോട്ട് വരരുത്, അവർക്ക് വിജയിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാകരുത് എന്ന് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്ത് LDFന്റെ പരാജയം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. അതാണ് നിങ്ങൾക്ക് ചെയ്യേണ്ടത്. അതല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ടി ബാക്കി ഉണ്ടാവില്ല. നിങ്ങൾ ആഗ്രഹിക്കുന്നത്, നിങ്ങൾക്ക് കോൺഗ്രസ് ഇല്ലാതെ ആവണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് CPM ഇല്ലാതാകണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ജനാധിപത്യത്തിൽ CPM ഇല്ലാതാകണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഇല്ലാതാകണമെന്ന് കോൺഗ്രസ് ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 1947 ആഗസ്റ്റ് മാസം 15-ാം തീയതി കോൺഗ്രസിനെ നടപ്പാക്കാമായിരുന്നു. ഈ രാജ്യം ഒരു നവജാത ശിശുവിനെ പോലെ പിറവിയെടുത്ത് വീണത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കരതലങ്ങളിലേക്കാണ്, ജവഹർലാൽ നെഹ്റുവിന്റെ കരതലങ്ങളിലേക്കാണ്. ഈ ലോകം കണ്ട ഏറ്റവും വലിയ ജനാധിപത്യവാദിയായിരുന്ന നെഹ്റു, അദ്ദേഹത്തിന് വേണമെങ്കിൽ സ്റ്റാലിന്റെ റഷ്യയെ പോലെ, മാവോയുടെ ചൈനയെ പോലെ ഇത് നെഹ്റുവിന്റെ ഇന്ത്യയാകണം, നെഹ്റുവിന്റെ മാത്രം ഇന്ത്യയാകണം എന്ന് അന്ന് തീരുമാനമെടുക്കാമായിരുന്നു. അദ്ദേഹം ചെയ്തില്ലല്ലോ. അദ്ദേഹം എന്താ പറഞ്ഞത്? ഈ രാജ്യം ഏകാധിപത്യ രാജ്യമാകരുത്, ഈ രാജ്യം ജനാധിപത്യ രാജ്യമായിരിക്കണം. ഈ രാജ്യത്തെ ഏറ്റവും അവസാനത്തെ പാവപ്പെട്ട മനുഷ്യൻ, വരിയുടെ ഏറ്റവും അവസാനത്ത് നിൽക്കുന്ന ഏറ്റവും പാവപ്പെട്ടവന്റെ ശബ്ദവും ഇന്ത്യയുടെ ഭരണത്തിൽ തെളിയണം, ഭരണത്തിൽ മുഴങ്ങി കേൾക്കണം എന്ന നിർബന്ധ ബുദ്ധി നെഹ്റുവിനും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും ഉണ്ടായിരുന്നത് കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് ഈ കാണുന്ന ജനാധിപത്യം നമുക്ക് കിട്ടിയത്. അതുകൊണ്ടാണ് CPMനോട് പ്രവർത്തിക്കാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് മറ്റ് സംഘടനകൾക്കൂടെ പ്രവർത്തിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായത്. അങ്ങനെ വിശാലമായ ജനാധിപത്യ ബോധം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കാണിച്ചു. പക്ഷേ ആ ജനാധിപത്യ ബോധം CPMനില്ല, ആ ജനാധിപത്യ ബോധം BJPക്കില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഭരിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും ഏകാധിപത്യമാണല്ലോ. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഭരിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് പ്രവർത്തന സ്വാതന്ത്ര്യമില്ല. നിങ്ങൾ ഉത്തര കൊറിയയിലെ കാര്യമൊക്കെ കേട്ടില്ല. ഉത്തര കൊറിയയിലൊക്കെ അവിടുത്തെ ഭരണാധികാരി കിം ജോങ് ഉൻ, ആ കിം ജോങ് ഉന്നെ എങ്ങനെ മുടിവെട്ടുന്നോ അതേ ശൈലിയിൽ നാട്ടുകാർ മുടിവെട്ടണം. തിരുവായ്ക്ക് എതിർവായി ഇല്ലാത്ത സ്ഥലങ്ങളാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 47 ആഗസ്റ്റ് മാസം 15-ാം തീയതി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എങ്ങാനുമായിരുന്നു ഇന്ത്യയിൽ അധികാരം കിട്ടിയിരുന്നെങ്കിൽ ഈ നാട്ടിന്റെ അവസ്ഥ എന്താ? പിണറായി വിജയൻ മുടിവെട്ടുന്നത് പോലെ മുടിവെട്ടേണ്ട ഗതി ഉണ്ടായിരുന്നല്ലേ നമുക്കൊക്കെ? പിണറായി എങ്ങനെ മീശ വെക്കുന്നു അതുപോലെ മീശ വെക്കണം. നമുക്ക് അംഗീകരിക്കാൻ പറ്റും.
ഈ നാട്ടിൽ ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാൻ, ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാൻ, ഇഷ്ടമുള്ള ഭാഷ പറയാൻ, ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കുന്ന മതം പ്രചരിപ്പിക്കാൻ, അങ്ങനെ ലോകത്തെ ഏറ്റവും ഉദാരമായിട്ടുള്ള, ഏറ്റവും സെക്യുലർ ആയിട്ടുള്ള, ഏറ്റവും തുല്യതയാർന്ന, എല്ലാവർക്കും വോട്ടവകാശമുള്ള ഒരു മനോഹരമായ ഭരണഘടന. ആ ഭരണഘടനയാണ് നമ്മുടെ ശക്തി. ആ ഭരണഘടന സംരക്ഷിക്കാൻ വേണ്ടി രാഹുൽ ഗാന്ധി മുന്നോട്ട് പോകുമ്പോൾ അതിനോട് കൂടെ നടക്കാത്തയാളാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി. അതിന് പിന്തുണ പ്രഖ്യാപിക്കാത്തയാളാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി. പ്രിയപ്പെട്ടവരെ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ഈ രാജ്യം അത് എന്നേക്കുമായിട്ട് BJP-യുടെ കൈപ്പിടിയിലാകുമെന്ന് ആർക്കെങ്കിലും തെറ്റിദ്ധാരണയുണ്ടെങ്കിൽ അത് വേണ്ട. കാരണം ഈ രാജ്യത്ത് ജനാധിപത്യത്തിന് ശക്തിയുണ്ട്. ആ ശക്തി എന്ന് പറയുന്നത് നിസ്തർക്കമായിട്ടുള്ള ശക്തിയാണ്, ജനങ്ങളുടെ ശക്തിയാണ് ഏറ്റവും വലുത്. ജനങ്ങൾക്ക് BJP-യെ വെറുത്തു കഴിഞ്ഞു. BJP എന്നത് ഊതി വീർപ്പിച്ചൊരു ബലൂൺ മാത്രമാണ്, ഊതി വീർപ്പിച്ചൊരു ബലൂണാണ്. ആ ബലൂൺ ഏത് നിമിഷവും ഒരു സൂചി കൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കുത്തിപ്പൊട്ടിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഇന്ത്യ മുന്നണി കുത്തിപ്പൊട്ടിക്കും. ബീഹാർ തെരഞ്ഞെടുപ്പ് വരാൻ പോവാണല്ലോ, നമുക്ക് കാണാം. ഈ രാജ്യത്ത് വലിയൊരു മാറ്റത്തിന്, പരിവർത്തനത്തിന് നാന്ദി കുറിച്ചിരിക്കുന്നു. അതാണ് വോട്ടധികാര യാത്ര നമ്മൾ കണ്ടത്. ഞാൻ അതുകൊണ്ട് ദീർഘിപ്പിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, രാഹുൽ ഗാന്ധി നടത്തുന്ന ഈ രാജ്യത്തെ ജനാധിപത്യത്തെ വീണ്ടെടുക്കാനുള്ള, ഭരണഘടനയെ സംരക്ഷിക്കാനുള്ള പോരാട്ടത്തിന് നമുക്കേവർക്കും പിന്തുണ കൊടുക്കേണ്ടതുണ്ട്. ആ പിന്തുണ നമുക്ക് ഈ സമയത്ത് ആവർത്തിച്ചു പറയേണ്ടതുണ്ട്, പ്രഖ്യാപിക്കേണ്ടതുണ്ട് എന്ന് മാത്രം നിങ്ങളോട് പറഞ്ഞുകൊണ്ട് ഇന്ന് ഈ ജാഥയ്ക്ക് എന്റെ കൂടെ പങ്കെടുത്ത എന്റെ എല്ലാ പ്രിയപ്പെട്ട സഹപ്രവർത്തകർക്കും അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ഒരിക്കൽ കൂടി തവനൂരിന്റെ MLA-യോട് പറയുന്നു, വ്യക്തിവിദ്വേഷവും വർഗീയ പ്രചരണവും അവസാനിപ്പിച്ചുകൊണ്ട് ജനങ്ങൾ ഉയർത്തുന്ന, UDF ഉയർത്തുന്ന ആക്ഷേപങ്ങൾക്ക്, ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾക്ക് മറുപടി പറയാൻ നിങ്ങൾക്ക് നട്ടെല്ലുണ്ടോ മിസ്റ്റർ ജലീൽ എന്ന് ഈ വേദിയിൽ വെച്ച് ഒരിക്കൽ കൂടി തവനൂരിന്റെ MLA-യോട് ചോദിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമിടുന്നു. ജയ് ഹിന്ദ്, ജയ് UDF. ഇവിടെ നമ്മോട് സംസാരിക്കുന്നത് ബഹുമാന്യനായ ഫിറോസ് സാഹിബാണ്. നമ്മൾ ജലീലിനെതിരായുള്ള മലയാള സർവകലാശാലയുടെ അഴിമതിയുമായി ബന്ധപ്പെട്ട്, ജലീലിനെതിരല്ല, അതുമായി ബന്ധപ്പെട്ട് ലില്ലി ഗഫൂർ കഴിഞ്ഞ LDF-ന്റെ സ്ഥാനാർത്ഥി അബ്ദുറഹ്മാൻ, അദ്ദേഹത്തിൻ്റെ ബ്രദേഴ്സ്, അവർക്കെതിരെ